അയ്യോ, സച്ച് എ ബാഡ് ഡേ. കൃത്യശീലമുള്ള മലയാളികൾ നമ്മുടെ ഗ്രൂപ്പിൽ മാത്രം ആരും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. വെൽക്കം ടു ട്രാവൽ ടേപ്പ്. സോ വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് കേദാർകാന്ത. ഹലോ, അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ടു ഡെഹ്റാഡൂൺ യാത്ര ഇവിടെ തുടങ്ങാണ്. സോ നമ്മൾ രാവിലെ തന്നെ എത്തി. ഏകദേശം എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഏകദേശം ഉച്ചയ്ക്കാണ് വരുന്നത്. നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ് ബാംഗ്ലൂർ ടു ഡൽഹി, പിന്നെ ഡൽഹി ടു ഡെഹ്റാഡൂൺ. ആൻഡ് ഇപ്രാവശ്യം TK വരുന്നില്ല. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ സോളോ ട്രിപ്പ്. കുറേ കാലത്തിന് ശേഷമാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. ഐ എം എക്സൈറ്റഡ് ആസ് വെൽ എസ് നെർവസ്. എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ചെക്കിംഗ് ഒക്കെ ചെയ്ത് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. എനിക്കിനി ഏകദേശം 1-2 മണിക്കൂറും കൂടെയൊക്കെ ഉണ്ട്. ഞാൻ ബാഗൊക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് മറ്റേ നമ്മുടെ ലോഞ്ച് എങ്ങാനും കിട്ടുമെന്നൊക്കെ നോക്കാനുള്ള പരിപാടിയിലാണ്. അയ്യോ, സച്ച് എ ബാഡ് ഡേ. രാവിലെ വന്നതും ഒന്നും ശരിയായില്ല. ആകെ മൂഡപ്പായിരുന്നു. അതല്ലാതെ ഞാൻ ലോഞ്ച് ആക്സസ് കിട്ടുമെന്ന് വിചാരിച്ചു. എൻ്റെ ലോഞ്ച് ആക്സസ് ഉള്ള കാർഡ് ഞാൻ എടുക്കാൻ മറന്നുപോയി. എൻ്റെ ബാക്കിയുള്ള കാർഡ്സിൽ ലോഞ്ച് ആക്സസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ 2 മണിക്കൂർ എയർപോർട്ടിൽ പോസ്റ്റായി. TKനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ലോഞ്ച് ആക്സസ് കിട്ടാത്തത് കൊണ്ട് തന്നെ 2 മണിക്കൂർ ഞാനിങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ തേരാപ്പാര നടക്കായിരുന്നു. ഞാൻ കുറച്ചായി എയർപോർട്ടിലൊക്കെ വന്നിട്ട്. സോ കുറേ മാറ്റങ്ങളും പുതിയ ഷോറൂമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ രാമേശ്വരം കഫേ ഭയങ്കരമായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഭയങ്കര റഷാണ്. അതുപോലെ നമ്മൾ ആദ്യം ബോർഡിംഗ് ഗേറ്റ് 28 ആയിരുന്നു, അപ്പോൾ മാറ്റി 24 ആക്കി. ഇൻഡിഗോ ടു ഡൽഹി 1 o'clock. നമ്മൾ ആദ്യം ഡൽഹി പോയി. ഡൽഹിയിൽ നിന്ന് നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഡെഹ്റാഡൂണിക്ക്. അതിനൊക്കെ കൊച്ചു കിടന്നക്കായിരുന്നു. നമുക്കിനി യാത്ര തുടങ്ങാം. എക്സൈറ്റഡ്, യെസ്, ഐ എം വെരി വെരി എക്സൈറ്റഡ് ഫോർ മൈ ഫസ്റ്റ് ഹിമാലയൻ ട്രെക്ക്. പക്ഷെ സ്നോ ഒന്നും ഇല്ല എന്നാണ് ഇതുവരെ കേട്ടത് കേട്ടോ. അതുകൊണ്ട് കുറച്ച് സങ്കടം. ഇൻഡിഗോ ശരിക്കൊരു മൊണോപ്പൊളിയായി വരുന്നതല്ലേ. നമുക്ക് ഫുൾ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ്സ് മാത്രമാണ്. എൻ്റെ ഫ്ലൈറ്റും ഇൻഡിഗോ ആണ്. എൻ്റെ എല്ലാ കണക്ഷൻ ഫ്ലൈറ്റും ഫുൾ ഇൻഡിഗോ ആണ്. ലക്ഷദ്വീപ് പോയ പോലെ തന്നെ ചെറിയ ഫ്ലൈറ്റൊക്കെ ഇരിക്കുന്നത്. എനിക്ക് ബോയിങ്ങിൻ്റെയും എയർബസിൻ്റെയും ഡിഫറൻസ് ഒക്കെ പഠിപ്പിച്ചു തന്നിരുന്നു. ഞാൻ മറന്നു കേട്ടോ. യൂഷ്വലി എല്ലാ ട്രാവലും TK വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. സോ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ടേൺ ഔട്ട്. അങ്ങനെ എനിക്ക് സൈഡ് സീറ്റൊക്കെയാണ് കിട്ടിയത്. എനിക്ക് ഡെഹ്റാഡൂണിൽ നിന്ന് വിൻഡോ സീറ്റാണ്. അങ്ങനെ നമ്മൾ ഡൽഹി ലാൻഡ് ചെയ്തു. ഡൽഹിയിൽ പുറത്ത് കാഴ്ചകളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. ആ ഭാഗത്ത് എൻ്റെ കയ്യിൽ ലഗേജ് ഉണ്ടായിരുന്നുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് സത്യം പറഞ്ഞാൽ 5:15 എടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഡിലേ ആക്കിയിട്ട് 5:45. ഇതാണ് ഡൽഹി എയർപോർട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 o'clock ആയിട്ടുണ്ടാവും. നമുക്ക് ഫുള്ള് മൂടി ക്ലൈമറ്റ്. ഇത് ഡൽഹി എയർപോർട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. കൊള്ളാം, നല്ല എയർപോർട്ടാണ്. അങ്ങനെ ലോങ് ഡിലേക്ക് ശേഷം നമ്മൾ ബോർഡായി ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന്. എനിക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നതിന് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. ആകെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ആ ടേക്ക് ഓഫാണ്. അതിനെക്കാട്ടിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ എനിക്കൊരു നൈറ്റിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ നൈറ്റ് സ്കൈയിൽ നിന്ന് നോക്കുമ്പോൾ പിന്നെയും കുറച്ച് അടിപൊളി വ്യൂ ഒക്കെ കാണും. ലൈക്ക് നമ്മുടെ മെട്രോ സിറ്റീസിൻ്റെ ലൈറ്റ്സ് ആൻഡ് എവറിത്തിങ്. ദാറ്റ് എക്സൈറ്റ്സ് മീ എ ലിറ്റിൽ ബിറ്റ്. അതല്ലാതെ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇതാണ് ടച്ചിങ് ഡൗൺ ഇൻ ഡെഹ്റാഡൂൺ സിറ്റി. ഫുൾ ലൈറ്റപ്പ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഡെഹ്റാഡൂൺ ഹവായി അഡ്ഡ. നമ്മൾ ഡെഹ്റാഡൂൺ എത്തി. എയർപോർട്ട് ടാക്സി എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഏകദേശം 25 kilometers ഉണ്ട്.
गूगल पे कर അപ്പോൾ നമ്മൾ ഡെഹ്റാഡൂൺ വന്ന് ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് റൂം. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് റൂമൊക്കെ താമസിക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോഴും TK ഉണ്ടാവുമല്ലോ കൂടെ. നല്ല ബാൽക്കണിയൊക്കെ ഉണ്ട്, നല്ല റൂം. അപ്പോൾ നമ്മൾ രാവിലത്തെ വീഡിയോ എടുത്തു, പക്ഷെ നമ്മൾ എവിടേക്കാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ചെറുതായിട്ടൊരു നമ്മുടെ ഉത്തരാഖണ്ഡിലുള്ള കേദാർഗണ്ഡ ട്രക്കിങ്ങിന് വന്നിരിക്കുകയാണ്. ഒരു 5 ഡേയ്സിൻ്റെ പരിപാടിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഡെഹ്റാഡൂൺ ഫ്ലൈറ്റ്, പിന്നെ ഇവിടുന്ന് നമ്മളൊരു ട്രക്കിംഗ് ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്നത്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഏകദേശം ഒരു 6-6:30 ഒക്കെ ആകുമ്പോഴാണ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പിക്കപ്പിൻ്റെ അടുത്ത് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ റൂം കൂട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് പ്രിൻസ് ചോക്ക് ഡെഹ്റാഡൂൺ. ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഞാൻ ടീക്കയുടെ അത്ര എക്സ്ട്രോവേർട്ട് അല്ല. ഇത് അല്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോ ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കാൻ നല്ല ചാൻസുണ്ട്. നോക്കാം, നമുക്ക് നാളെ നല്ല കമ്പനിയൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഫുള്ളായി ഷൂട്ട് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷൂട്ട് ചെയ്യും. 17 Proയുടെ ഈ ഫീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പ്രോ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി 17 എടുത്തിരുന്നു. എനിക്ക് 17 ഈ ഫീച്ചറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ഫുഡ് വന്നു. ഞാൻ ചില്ലി ചിക്കനും തവാ പറാട്ടയൊക്കെയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ വലിയൊരു ബൗള് ദഹിയൊക്കെ വന്നിട്ടുണ്ട്. ഐ എം നോട്ട് എ ദഹി പേഴ്സൺ, സോ നമുക്കിതൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. അപ്പം നല്ല തവാ ചപ്പാത്തി, പിന്നെ നല്ല ചില്ലി ചിക്കൻ. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല തണുപ്പുള്ളതുകൊണ്ട് നൈസായിരിക്കും എന്ന് വിചാരിക്കണം. നല്ല എരിവോടെ കഴിച്ചാൽ നൈസ്. നല്ല സ്റ്റേ ആണ് കേട്ടോ. ഇനി ഇവിടേക്ക് വരുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഐ സജസ്റ്റ് പ്ലീസ്. ഹലോ, ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ഇന്നാണ് നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എൻ്റെ സൗണ്ട് ഇപ്പോഴേ കുറച്ച് ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് നേരത്തെ വരുമ്പോൾ കുറച്ച്. അവിടെ എനിവേസ് ഇപ്പോൾ ഡെഹ്റാഡൂണിലാണുള്ളത്. ഇവിടുത്തെ ടെമ്പറേച്ചർ വന്നിട്ട് ഏകദേശം 11-12 ഡിഗ്രിയാണ്. അപ്പോൾ 6:37 നമ്മുടെ പിക്കപ്പ് ഉള്ളത്. നമ്മളെ പിക്ക് ചെയ്തിട്ട് പിന്നെ എനിക്കൊരു 7-8 hours ഈ ടെമ്പോ ട്രാവലിൽ കുറച്ച് ട്രാവൽ ചെയ്യേണ്ടി വരും. അത് കുറച്ച് പണിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ലെറ്റ്സ് ഗോ. ഈ നമ്മുടെ സ്റ്റേന്ന് പ്രിൻസ് ചോക്കിൽ പോകുന്ന വഴിയാണ്. ഈ ജംഗ്ഷന് ജസ്റ്റ് 100 മീറ്റർ അകത്തേക്കാണ്. ഇപ്പം നമ്മളെ ട്രക്ക് ഗൈഡ് വിളിച്ചിരുന്നു. അവരെല്ലാവരും അവിടെ എത്തിത്തുടങ്ങിയെന്നാണ് പറഞ്ഞത്. പിക്കപ്പ് പോയിന്റ് ഉണ്ട് കണ്ടോ, ഇവിടെ ഫുൾ കേടാണ്. ട്രക്കിനൊക്കെ പോലത്തെ ട്രക്കിനൊക്കെ ഉള്ള പിക്കപ്പ് തന്നെ. ഇവിടുത്തെ തിരക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ ഫിലിക്സ് മോളിനെക്കാട്ടും തിരക്കുണ്ടാവും കേദാർഗണ്ഡിയിലാണ്. I don't know, it's pronounced as Kedarkantha or Kedarkantha. ഇതിലെൻ്റെ ക്യാബിൽ ചേട്ടൻ പറയുന്നത് ഇറ്റ്സ് കേദാർകണ്ഠ. ഇതാണ്. അതുപോലെ എല്ലാ ടെമ്പോ ട്രാവലിൻ്റെ വലിയ വലിയ ബാഗൊക്കെ ഒരു മുകളിൽ കയറ്റിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. കൃത്യശീലമുള്ള മലയാളികൾ നമ്മുടെ ഗ്രൂപ്പിൽ മാത്രം ആരും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഞാനും നമ്മുടെ ട്രക്കുകളായിട്ടുള്ള ഗൗരി മാത്രമാണ്. അങ്ങനെ നമ്മൾ ഡെഹ്റാഡൂണിന് സംഗ്രഹിക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പ് ഓഫ് 17 പീപ്പിളാണുള്ളത്. എല്ലാവരും നമുക്കിങ്ങനെ വഴിയെ പരിചയപ്പെടാം. അത്യാവശ്യം നല്ല സീനിക് റൂട്ടാവാനാണ് ചാൻസ്. എൻ്റെ പേര് സിബിൻ. ഞാൻ മോണ്ടനൈസ് സർട്ടിഫൈഡ് ട്രക്കിംഗാണ്. നമ്മളെ ബാച്ച് ബിൻ അഡ്വഞ്ചറാണ്. നമ്മൾ ബിൻ അഡ്വഞ്ചറും ക്യാമ്പിംഗ് മലയും കൊളാമിയാണ് ഈ ട്രക്കിംഗാണ് പോകുന്നത്. കുറേ പേരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ 10 പേരോട് എല്ലാവരും പേര് പഠിക്കാനുള്ള ഒരു ഗെയിം സെറ്റാക്കിയിരിക്കുകയാണേ. ഹാരിസ് ഹാർബിക വാങ്ങിച്ചു, സൂര്യ അന്തൂർ വാങ്ങിച്ചു, വിനായകരി വാങ്ങിച്ചു, ജെഫിൻ ചാക്രൂട്ട് മേടിച്ചു. എൻ്റെ പേര് വിശാല്, ഞാൻ മിക്സ് മേടിച്ചു. അങ്ങനെ ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലെ നമ്മുടെ എല്ലാവരും പേരൊക്കെ പഠിക്കാനായിട്ട് ഓരോ ഗെയിമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു സിബിൻ ബ്രോ. അങ്ങനെ നമ്മളെല്ലാവരും പേരൊക്കെ ഇങ്ങനെ പഠിച്ച് യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. സോഫാർ
ഐ മീൻ ദ റൂട്ട് ലുക്സ് ഗുഡ്. നല്ല ഹിൽ സ്റ്റേഷൻ. ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ മസൂരി വഴിയാണ് കേട്ടോ പോവുക. നമ്മൾ ഡെഹ്റാഡൂണ് സംഗരി പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി ഇറങ്ങുന്ന ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് മസൂരി ഹിൽ സ്റ്റേഷനാണ്. മസൂരി ഒരു ഡെഹ്റാഡൂണിലൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇത് മസൂരിയിലെ ഒരു ഫേമസ് വാട്ടർഫോളാണ്. അതിൻ്റെ പേരാണ് കെംപ്റ്റി വാട്ടർഫോൾ. ആക്ച്വലി വാട്ടർഫോളിൻ്റെ ആ ചുറ്റും ആ വീടുകളുടെയൊക്കെ നടുവിൽ കൂടെ ആ വാട്ടർഫോൾ അങ്ങനെ വീട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്തല്ലേ ലൊക്കേഷൻ, അടിപൊളി. പിന്നെ നമ്മുടെ യാത്ര തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ഓഫ് റോഡ് ഫീലുള്ള റോഡുകളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കും ലാൻഡ് സ്ലൈഡ്സും ഒക്കെ നടന്നിരിക്കുന്ന വഴിയാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ഏരിയാസ് നമുക്ക് കാണാൻ പറ്റും പോകുന്ന വഴിയിലായിട്ട്. ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നിർത്തിയത്. നമ്മളെല്ലാവരും വേഗം ഇറങ്ങി അവിടുന്ന് പറാട്ടാസൊക്കെ കഴിച്ച് വേഗം ഇറങ്ങി. നമ്മളിത് ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. അയ്യോ, പോകുന്ന വഴിക്ക് ചില സ്ഥലത്തൊന്നും റോഡ് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ നോവേ ആയിട്ട് പോയ ട്രിപ്പാണ് നമുക്ക് ഓർമ്മ വരിക. ഇവിടെ ഈ ഒരു കേവ് തിരിയാനായിട്ട് അവിടെ ഒരു ട്രാഫിക് പോലീസ് തന്നെ നിൽക്കുന്നുണ്ട്. ഓരോ വണ്ടിയും ബാക്ക് എടുത്ത് ടേൺ എടുത്തിട്ട് വേണം ഈ ഒരു കേവ് മാത്രം ഇറങ്ങിപ്പോകാനായിട്ട്. റോഡിൻ്റെ നടുവിൽ തന്നെ നോക്കിയ ഒരു മല. ഇവരെല്ലാവരും കോഴിമുട്ട മല എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഇതിനെ. ഹൊറർ സീൻസ്. നമ്മൾ വാഷ്റൂം ബ്രേക്ക് എടുത്ത സ്ഥലത്തിൻ്റെ ബാക്കായിരുന്നേ. എന്തായാലും ഒരു കിട്ടില്ല സ്ഥലം. ഒരുപാട് വീട് എടുത്തില്ലേ. ആൻഡ് ദ ജേർണി കണ്ടിന്യൂസ്. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. എനിക്ക് പിന്നെ അങ്ങനെ ട്രാവൽ ചെയ്ത് ബോറടിക്കാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ വലുതായി ബോറടിച്ചില്ല. നല്ല അത്യാവശ്യം സീനിക് റൂട്ട് തന്നെയായിരുന്നു. ഇത് നോക്കി നമ്മൾ വൈക്കോലൊക്കെ വെക്കുന്ന പോലെ ഇങ്ങനെ ഓരോ ഇതിലും ഇങ്ങനെ ഉണക്കപ്പുല്ലൊക്കെ വെട്ടി വെച്ചിരിക്കുന്നത്. അറിയില്ല, ഇവരുടെ എന്തെങ്കിലും ടെക്നിക്കായിരിക്കും ഉണക്കാനുള്ളത്. അത് റെഡ് റൈസ്. നമ്മൾ ഈ വരുന്ന വഴിക്ക് ഫുള്ള് മറ്റേ പാടം കണ്ടില്ലേ? ആ റൊട്ടിയുടെ കളറ് വേറെ കളർ. കുറച്ച് പേരൊക്കെ ഇവിടുത്തെ ലോക്കൽ ലഞ്ചൊക്കെ ട്രൈ ചെയ്തു. ഇവരുടെ സ്പെഷ്യൽ റെഡ് റൈസും രാജ്മ ചാവലൊക്കെയാണെന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു. എല്ലാവരും കഴിച്ചു. ഇതൊക്കെ ഒരു ചേച്ചിയായിരുന്നു. ഈ മൗണ്ടെയിൻസിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഇവർ ക്യാരി ചെയ്യുന്ന മെത്തേഡൊക്കെ ഇങ്ങനെ എല്ലാവരും ഡ്രസ്സിങ്ങും എല്ലാം കുറച്ച് വെറൈറ്റിയാണ്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. നമ്മളെ 17 പേരാണ്. 3 ഗേൾസും ബാക്കി ബോയ്സൊക്കെയാണ്.
ഞാൻ വീഡിയോ എടുക്കട്ടെ. പോയി പോയി ഇതാക്കിക്കോ. പുഷ്. തള്ളിക്കോളി ഓണാക്കിയൊരു ബായിന്റെ വണ്ടി വീഡിയോ എടുക്കണം. വീഡിയോ അതെന്താ ഉന്തിട്ട് വരാത്ത? ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പുകാർ ഇങ്ങനെ അവർ കാറൊന്ന് ബ്ലോക്കായിട്ട് നമ്മളെ ഹെൽപ്പൊക്കെ ചോദിച്ചാൽ നമ്മളെല്ലാവരും ഇറങ്ങി പുഷ് ചെയ്യാനൊക്കെ നോക്കി. അത് നടന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പുള്ള് ചെയ്യാനുള്ള വേറൊരു വണ്ടി വന്നു. പിന്നെ നമ്മൾ യാത്രയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ 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 വില്ലേജ് ക്രോസ് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ അവിടെ മെയിനായിട്ട് നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യുക എല്ലാവരുടെയും ഡ്രസ്സിങ് ആണ്. മെയിനായിട്ട് ലേഡീസും അതേപോലെ തന്നെ ഇവർ കുറച്ച് വെറൈറ്റി ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ടാവും. സോ എല്ലാ ഡ്രസ്സിങ്ങൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. വെൽക്കം ടു ഗോവിന്ദ് വൈൽഡ് ലൈഫ് സാങ്ച്വറി നാഷണൽ പാർക്ക്. ഞാൻ കേട്ടിട്ടുള്ളത് ഇത് ഇനി അങ്ങോട്ട് ഫുള്ളൊരു നാഷണൽ പാർക്ക് ആണെന്നാണ് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇപ്പോൾ ഓൾമോസ്റ്റ് 6 o'clock ആവാറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് സംക്രി എത്തി. ഇനി നമ്മുടെ ട്രെക്ക് ഡേ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, സൈനിങ് ഓഫ്.